നമസ്കാരം. ജ്യോതിഷശ്രീയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി മറ്റൊരു മലയാള മാസം കൂടി പിറന്നിരിക്കുകയാണ്. ഇന്ന് തുലാമാസം 1-ാം തീയതി ശനിയാഴ്ചയാണ്. കർക്കിടകം എന്നതുപോലെ തുലാമാസവും പിതൃക്കളുടെ പുണ്യമാസമാണ്. നാളെ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് അമാവാസി അഥവാ കർത്തവാവ്. അമാവാസിയും ദീപാവലിയും ഒന്നിച്ചു വരുന്ന ഈ പുണ്യമാസത്തിൽ ഗുരുവായൂരപ്പൻ നിങ്ങളെ നല്ല ആരോഗ്യം, സമ്പത്ത്, സമാധാനം, സമൃദ്ധി എന്നിവയിലൂടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുലാമാസം പിതൃക്കളുടെ മാസമാണ്. പിതൃക്കളുടെ മാസമായ ഈ തുലാമാസത്തിൽ നമുക്ക് ചുറ്റും കാണുന്ന ചില ലക്ഷണങ്ങൾ നിസ്സാരമായി എടുക്കരുത്, തള്ളിക്കളയരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ വീട്ടിൽ, നമ്മളുടെ വീടിന്റെ പരിസരത്ത് നമ്മൾ കാണുന്ന ചില ലക്ഷണങ്ങൾ, ചില സൂചനകൾ, ചില ജീവികൾ വന്നു ചേരുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് ഭാഗ്യ നിർഭാഗ്യങ്ങൾ വരുന്നതിന്റെ അടയാളങ്ങളാണ്. കൊല്ലവർഷം 13-ാം നൂറ്റാണ്ടിന്റെ 2-ാം വർഷമായ ഈ പൊൻ തുലാമാസത്തിൽ നമ്മുടെ വീടിന്റെ പരിസരത്ത്, നമ്മളുടെ വീട്ടിൽ ചില ജീവികൾ വന്നു കയറിയാൽ, അല്ലെങ്കിൽ നമ്മളുടെ വീടിന്റെ പരിസരത്ത് അത്തരം ജീവികളെ കണ്ടാൽ ആ ജീവികളെ നമ്മൾ ഒരു കാരണവശാലും ആട്ടിപ്പായിക്കരുത്, പറഞ്ഞയക്കരുത് എന്നാണ് ആചാര്യന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മളുടെ ജീവിതത്തിലേക്ക് വളരെയധികം ഭാഗ്യത കൊണ്ടുവരുന്നതാണ് ഈ പക്ഷിമൃഗാദികൾ. നമ്മൾ അവയ്ക്ക് ആഹാരം നൽകണം. കാരണം അവ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ മഹാഭാഗ്യം സിദ്ധിക്കാൻ പോകുന്നു. ഒരു ജന്മം മുഴുവൻ കാത്തിരുന്നാലും കിട്ടാത്ത സൗഭാഗ്യങ്ങളായിട്ടായിരിക്കും അത്തരം ജീവികൾ നമ്മുടെ വീട്ടിലേക്ക്, നമ്മുടെ പരിസരത്തിലേക്ക് വരുന്നത്. ഇവിടെ പറയുന്ന ജീവികൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം കയറി വരുന്നതിന്റെ ലക്ഷണങ്ങളായിട്ട് കണക്കാക്കണം. ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഏതൊക്കെയാണ് ആ ജീവികൾ, എങ്ങനെയൊക്കെയാണ് അവ ഭാഗ്യം കൊണ്ടുവരുന്നത് എന്നാണ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ നല്ല സമയം പിറക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് നല്ല കാലം വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. സർവവും മംഗളകരമായി നടക്കും എന്നുള്ളതാണ്. ഈ ജീവികൾ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്നും ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ആദ്യത്തേത്, ഒന്നാമത്തേത് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലേക്ക് അണ്ണാൻ വരുന്നതാണ്. സാക്ഷാൽ ശ്രീരാമചന്ദ്ര ഭഗവാൻ കയ്യിലെടുത്ത് തഴുകി ഓമനിച്ച ജീവിയാണ് അണ്ണാൻ എന്ന് പറയുന്നത്. നമ്മളുടെ വീട്ടിലോ പരിസരത്തോ അണ്ണാനെ കണ്ടു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്. ദീപാവലിയുടെ സ്വർണ്ണപ്രഭയിൽ തിളങ്ങി നിൽക്കുന്ന ഈ പൊന്നിൻ തുലാമാസത്തിൽ ഈശ്വരാധീനമുള്ള വീടുകളിലേക്ക് മാത്രം കടന്നു വരുന്ന, ഈശ്വരാധീനമുള്ള വീടുകളിൽ മാത്രം തുലാമാസത്തിൽ എത്തിച്ചേരുന്ന ജീവിയാണ് അണ്ണാൻ. അണ്ണാൻ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളുടെ വീടിന്റെ പടി കിടന്ന് നമ്മുടെ വീടിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ഏറ്റവും ശുഭകരമായ കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇത്രയേറെ സൗഭാഗ്യം വരുന്ന മറ്റൊരു സമയം ഉണ്ടാവുകയില്ല. നമ്മുടെ വീട്ടിലേക്ക് മഹാഭാഗ്യം ഉടനെ തന്നെ വന്നു ചേരും എന്നുള്ളതാണ് അണ്ണാന്റെ ഈ വരവ് സൂചിപ്പിക്കുന്നത്. കുടിയിൽ പോലും കൊട്ടാരമായി തീരും എന്നാണ് പറയുന്നത്. അത്രയ്ക്കും ഐശ്വര്യം നിറഞ്ഞ ഒരു വരവാണ് അണ്ണാൻ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വരവ്. അണ്ണാൻ വീട്ടിലേക്ക് വന്നാൽ അത് മഹാഭാഗ്യമാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതെന്ന് മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ പഴങ്ങളോ മറ്റോ അണ്ണാൻ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ വെച്ചു കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഏറ്റവും കൂടുതൽ ഗുണാനുഭവം നൽകുന്ന ഒന്നാണ് അണ്ണാന് ഭക്ഷണം കൊടുക്കുക. ആ വീട് രക്ഷപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. പിതൃപുണ്യം നിറഞ്ഞ ഈ പൊന്നിൻ തുലാമാസത്തിൽ അണ്ണാൻ വീട്ടിലേക്ക് വന്നാൽ അത് ഏറ്റവും സൗഭാഗ്യം വരാൻ പോകുന്നു. ആ വീട്ടിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സമ്പത്തും വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതിന്റെ അടയാളമാണ് എന്ന് മനസ്സിലാക്കുക. സാക്ഷാൽ മഹാലക്ഷ്മിയെ, മഹാസൗഭാഗ്യത്തെ വരവേൽക്കുവാൻ ആ വീട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതിന്റെ ശുഭ സൂചനകളാണ് അണ്ണാൻ വരുന്നത്. അപ്പോൾ അണ്ണാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അതിന് പഴവർഗ്ഗങ്ങളും വെള്ളവും കൊടുക്കുക. സർവ ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും പിതൃപുണ്യം നിറഞ്ഞ ഈ പൊന്നിൻ തുലാമാസത്തിൽ നമ്മളുടെ വീട്ടിലേക്ക് സർവ ഐശ്വര്യങ്ങളും മഹാഭാഗ്യവും കൊണ്ടുവരുന്ന മറ്റൊരു ജീവി പച്ച കുതിരയാണ്. വീട്ടിൽ സന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് വരുന്നതാണ് ഏറ്റവും ശുഭകരം. മറ്റ് ഏത് സമയത്ത് ഈ പച്ചക്കുതിര നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിനേക്കാളും ഏറ്റവും ശുഭകരമാണ് ത്രിസന്ധ്യ സമയത്ത് നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്തോ, അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം നിലവിളക്ക് അണയ്ക്കുന്നതിന് മുമ്പുള്ള സമയത്തോ വീട്ടിലേക്ക് പച്ചക്കുതിര വരുന്നത്. പച്ചക്കുതിരയെ കാണുന്നത് ആഘോഷങ്ങളുടെ ഈ ദീപാവലി നാളിൽ മഹാഭാഗ്യം തന്നെയാണ്. ദീപാവലി ആഘോഷങ്ങളുടെ ഈ പുണ്യമാസത്തിൽ പച്ചക്കുതിര വീട്ടിൽ വരുന്നത്
ഏറ്റവും വലിയ സൗഭാഗ്യം, ഏറ്റവും വലിയ ഐശ്വര്യം, ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ ശുഭ സൂചനകളാണ്. ദീപാവലി ആഘോഷങ്ങളുടെ പിതൃപുണ്യം നിറഞ്ഞ ഈ പൊന്നിൻ തുലാമാസത്തിൽ പച്ചക്കുതിര നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ പോയി വ്യാഴാഴ്ച ദിവസം ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി കഴിപ്പിക്കുക. അപ്പോൾ പച്ചക്കുതിര നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ വീട്ടിലെ ഗ്രഹനാഥനോ ഗ്രഹനാഥിയോ വിഷ്ണു ക്ഷേത്രത്തിൽ പോയി ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലി കഴിച്ചാൽ ഏറ്റവും വലിയ സൗഭാഗ്യങ്ങൾ, ഏറ്റവും വലിയ സമ്പത്ത് നിങ്ങളെ തേടി വരും എന്നുള്ളതാണ്. അപ്പോൾ പച്ചക്കുതിരയാണ് രണ്ടാമത്തെ ജീവി. മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഉറുമ്പുകൾ കൂട്ടത്തോടെ വീട്ടിലേക്ക് വരുന്നതാണ്. എല്ലാ ഉറുമ്പുകളും നമുക്ക് ഭാഗ്യം കൊണ്ടുവരികയില്ല. ചില ഉറുമ്പുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് വളരെ ദോഷകരമാണ്. കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ, അവ നമ്മളെ കടിക്കുകയും മറ്റും ചെയ്യുകയില്ല. ഈ കറുത്ത ഉറുമ്പുകൾ, ഈ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ നമ്മളുടെ ചുവരുകളിൽ കൂട്ടമായിട്ടിരിക്കുന്നത് മഹാഭാഗ്യമാണ്. ഈ തുലാമാസത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഈ കറുത്ത ഉറുമ്പുകൾ നമ്മുടെ ചുവരുകളിൽ കൂട്ടത്തോടെ വന്നിരിക്കുന്നത്, കൂട്ടത്തോടെ സഞ്ചരിക്കുന്നത്. ചിലപ്പോൾ ഒന്നോ രണ്ടോ മണിക്കൂറുകളായിരിക്കാം, ചിലപ്പോൾ ഒരു ദിവസമായിരിക്കാം, ചിലപ്പോൾ അതിൽ കൂടുതൽ സമയങ്ങളായിരിക്കാം ഈ ഉറുമ്പുകൾ നമ്മുടെ ചുമരുകളിൽ, നമ്മുടെ വീടുകളിൽ വന്നിരിക്കുന്നത്. അത് ഏറ്റവും ശുഭകരമായ, ഏറ്റവും മഹാഭാഗ്യം തരുന്ന ഒരു ലക്ഷണമാണ്. അപ്പോൾ ഒരിക്കലും അതിനെ തൂത്തു കൂട്ടി വീടിന്റെ പുറത്തു കൊണ്ടുപോയി കളയരുത്. അത് നമ്മുടെ മഹാസൗഭാഗ്യത്തെ നമ്മൾ പുറത്തേ കളയുന്നതിന് തുല്യമാണ്. അപ്പോൾ ഈ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ നമ്മുടെ വീടുകളിൽ വരുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ചുവന്ന ഉറുമ്പുകളല്ല, ഈ കറുത്ത കുഞ്ഞൻ ഉറുമ്പുകൾ വരുന്നതാണ് ഏറ്റവും ശുഭകരമായ ലക്ഷണം. ഈ കറുത്ത ഉറുമ്പുകൾ നിരുപദ്രവ ജീവികളാണ്. അവ കൂട്ടമായി സഞ്ചരിക്കുന്നതല്ല, കൂട്ടമായിട്ട് ഒന്നിച്ച് ചുവരുകളിൽ ഇരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. അടുത്തത് എന്ന് പറയുന്നത് പരുന്താണ്, ഗരുഡൻ. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അവതാരമാണ് ഗരുഡൻ അഥവാ പരുന്ത് എന്ന് പറയുന്നത്. മഹാവിഷ്ണു ഭഗവാന്റെ വാഹനം. സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാൻ എവിടെയുണ്ടോ, ഭഗവത് സാന്നിധ്യമുണ്ടോ, അവിടെയാണ് നമുക്ക് ഗരുഡനെ കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ പരുന്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ തൊടിയിലോ ഒരിടത്തിലോ പരുന്ത് വന്നിരിക്കുന്നത്, നിങ്ങളുടെ വീടിന്റെ മുകളിൽ കൂടി പരുന്ത് പറക്കുന്നത്, സാക്ഷാൽ മഹാവിഷ്ണു, സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. മഹാഭാഗ്യം നിങ്ങളുടെ വീട്ടിലേക്ക് വരുവാൻ പോകുന്നു എന്ന് വിളിച്ചറിയിക്കുന്നതാണ് പരുന്തിന്റെ സാന്നിധ്യം. അപ്പോൾ നിങ്ങളുടെ വീടിലോ വീടിന്റെ പരിസരങ്ങളിലോ പരുന്ത് വന്നിരിക്കുന്നത്, പരുന്തിനെ കണി കാണുവാൻ സാധിക്കുന്നത്, സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ ചൈതന്യം ആ വീട്ടിൽ നിറയുന്നു, ആ വീട്ടിൽ ഈശ്വരാനുഗ്രഹം നിറയുന്നു എന്നതിന്റെ ലക്ഷണങ്ങളാണ്, എന്നതിന്റെ സൂചനകളാണ്. അപ്പോൾ പരുന്ത് ഇങ്ങനെ വന്നിരിക്കുന്നത് ആ വീടിനെ തേടി മഹാസൗഭാഗ്യം വരുന്നതിനെ, ആ വീട്ടിലെ കുടുംബാംഗങ്ങളെ തേടി സൗഭാഗ്യം വരുന്നതിന്റെ ലക്ഷണങ്ങളാണ്, സൂചനകളാണ്. പ്രഭാതത്തിൽ നിങ്ങൾ ഉണർന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുമ്പോൾ പരുന്തിനെ കണി കാണാൻ കഴിയുന്നത് ഏറ്റവും ശുഭകരമാണെന്ന് മനസ്സിലാക്കുക. അടുത്തത് എന്ന് പറയുന്നത് കാക്കകളാണ്. മിക്ക വീടുകളിലും കാക്കകൾ വരാറുണ്ട്. എന്നാൽ കർക്കിടകം എന്നതുപോലെ തുലാമാസം പിതൃക്കളുടെ മാസമാണ്. പിതൃക്കളുടെ ഈ പുണ്യമാസത്തിൽ വീടുകളിലേക്ക് കാക്കകൾ വരുന്നത് അതീവ ശുഭകരമാണ്. എല്ലാ ദിവസവും നിങ്ങളുടെ വീടുകളിൽ കാക്കകൾ വരുന്നുണ്ടെങ്കിൽ കാക്കകൾക്ക് ആഹാരം നൽകാൻ ഒരിക്കലും മറക്കരുത്. ഇങ്ങനെ കാക്കകൾ വരുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷങ്ങളും മാറ്റുവാൻ സഹായിക്കും. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ രീതിയിലുള്ള നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും കൊണ്ടുവരും. പ്രത്യേകിച്ച് കർത്തവാവ് ദിവസം മുതൽ, തുലാമാസത്തിലെ കർത്തവാവ് തുലാമാസം 3-ാം തീയതി, അതായത് ഒക്ടോബർ 21-ാം തീയതിയാണ്. അന്ന് മുതലുള്ള 15 ദിവസക്കാലം കാക്കകൾ വരുന്നത് അതീവ ശുഭകരമാണ്. ഈ ദിവസങ്ങളിൽ കാക്കകൾ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ അത് പിതൃപുണ്യകരമാണ്. എല്ലാ അർത്ഥത്തിലും ആ വീടുകളിലേക്ക് ഐശ്വര്യം ഒഴുകി എത്തുന്നു എന്നുള്ളതിന്റെ ശുഭകരമായ ഉദാഹരണമാണ്. എന്നാൽ കാക്കകൾ വരാതിരിക്കുന്നത് അതീവ ദോഷകരമാണെന്നും മനസ്സിലാക്കുക. നിങ്ങളുടെ വീടുകളിൽ ഒരു കാക്ക പോലും വരുന്നില്ല, ഒറ്റ കാക്കകൾ പോലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നില്ല എങ്കിൽ മനസ്സിലാക്കുക ആ വീടുകളിൽ പിതൃദോഷമുണ്ട് എന്നുള്ളത്. അപ്പോൾ കാക്കകൾ വീടുകളിൽ വരുന്നുണ്ടെങ്കിൽ അവയെ ആട്ടിപ്പായിക്കാതിരിക്കുക നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യമാണ് നിത്യവും കാക്കകൾ വരിക എന്നുള്ളത്. ഒക്ടോബർ 20 തിങ്കളാഴ്ച മുതൽ, അതായത് കർത്തവാ ദിവസം മുതൽ കാക്കകൾ വീടുകളിൽ വന്നാൽ അവയ്ക്ക് ആഹാരം നൽകുക.
കാക്കകൾ വീടുകളിൽ വരുമ്പോൾ അവയ്ക്ക് ആഹാരം നൽകുന്ന ഒരുപാട് അമ്മമാരെ എനിക്കറിയാം. അപ്പോൾ ഇത്തരത്തിൽ കാക്കകൾക്ക് ആഹാരം നൽകിയാൽ എല്ലാ സൗഭാഗ്യങ്ങളും ആ വീടുകളിൽ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. കാക്കകൾ വരുന്നത് പിതൃ പുണ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്തോ നിങ്ങളുടെ വീട്ടിലോ പുരയിടത്തിലോ പശുക്കൾ വന്നു കയറുന്നത്, പശുക്കുട്ടികൾ വന്നു കയറുന്നത് ഏറ്റവും ശുഭകരമായ, ഏറ്റവും ഐശ്വര്യദായകമായ കാര്യമാണെന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഒരു പശുവിനെ നിങ്ങളുടെ വീടിന്റെ അടുക്കളപ്പുറത്തോ ഉമ്മറത്തോ പുരയിടത്തിലോ കണ്ടു കഴിഞ്ഞാൽ ആ പശുവിന് നിങ്ങൾ ഒരു പഴമോ അല്ലെങ്കിൽ അല്പം പുല്ലോ പറിച്ച് തീറ്റ കൊടുക്കുക. ഐശ്വര്യം നിറഞ്ഞ ഈ തുലാമാസത്തിൽ നിങ്ങളുടെ വീടിലേക്ക് പശുക്കുട്ടി വന്നാൽ ആ പശുവിനെ വന്ദിക്കുക. സർവ ഐശ്വര്യവും സകല സമ്പത്തും മഹാഭാഗ്യവും നിങ്ങളെ തേടിയെത്തും. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ വീട്ടിൽ വളർത്തുന്ന പശുക്കൾ നിങ്ങളുടെ അടുക്കളപ്പുറത്തേക്ക് വരുന്ന കാര്യമല്ല ഇവിടെ ഉദ്ദേശിച്ചത്. മറ്റുള്ളവർ വളർത്തുന്ന പശുക്കൾ നിങ്ങളുടെ വീടിലോ നിങ്ങളുടെ അടുക്കളയുടെ ഉമ്മറത്തോ വരുന്നതിനെ കുറിച്ചാണ്. പശുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണെങ്കിൽ അവയെ ഒരിക്കലും ആട്ടിപ്പായിക്കരുത്, അടിച്ചോടിക്കരുത്. അവയെ തൊട്ട് വന്ദിച്ച് അവയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള ആഹാരമോ വെള്ളമോ നൽകണം. അതിലൂടെ എല്ലാ സൗഭാഗ്യങ്ങളും, എല്ലാ സമ്പത്തും, എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നെത്തും. എല്ലാ കുടുംബാംഗങ്ങൾക്കും അതിന്റെ ഐശ്വര്യവും മഹാഭാഗ്യവും ലഭിക്കും. പശുക്കൾ നിങ്ങളുടെ വീടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ സാക്ഷാൽ മഹാലക്ഷ്മി നിങ്ങളുടെ വീടിലേക്ക് വരുന്നതിന് തുല്യമാണ്. അത്രയേറെ ഈശ്വര ചൈതന്യമുള്ള വീടുകളിൽ മാത്രമേ പശുക്കൾ പടികടന്ന് എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഇങ്ങനെ പശുക്കൾ നിങ്ങളുടെ വീടിലേക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസം ദുർഗാ ക്ഷേത്രത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കുക. സകല ഐശ്വര്യങ്ങളും നിങ്ങളെ തേടിയെത്തും. അടുത്ത ജീവി എന്ന് പറയുന്നത് ഉപ്പൻ എന്ന പക്ഷിയാണ്. ഉപ്പൻ എന്ന പക്ഷി ഏതു മാസത്തിലായാലും നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ അത് സർവ ഐശ്വര്യകരമാണ്. ഉപ്പനെ കണ്ടാൽ മാത്രം മതി, ഉപ്പന്റെ സാന്നിധ്യം നിങ്ങൾ വീട്ടിലുണ്ടായാൽ ആ കൈകൾ നിങ്ങൾ കൂപ്പി തൊഴുത് നാരായണ മന്ത്രങ്ങൾ ജപിക്കുക. ഉപ്പൻ നിങ്ങളെ വീട്ടുമുറ്റത്തോ വീടിന്റെ പരിസരങ്ങളിലോ വീട്ടിലോ വന്നു കഴിഞ്ഞാൽ സർവ്വ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും. മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം കൊണ്ട്, മഹാവിഷ്ണുവിന്റെ ചൈതന്യം കൊണ്ട് ആ വീട്ടിലെ കുടുംബാംഗങ്ങളെല്ലാം രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് ഉപ്പൻ വീടുകളിലേക്ക് വന്നാൽ അതിന്റെ അർത്ഥം. അപ്പോൾ ഞാനീ പറഞ്ഞ ജീവികളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഈ ചിങ്ങമാസത്തിൽ വന്നാൽ അത് സർവ്വ സൗഭാഗ്യദായകമാണ്. എല്ലാ അർത്ഥത്തിലും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭ സൂചനയായിട്ട് വേണം ഇതിനെ കാണുവാൻ. നിങ്ങളുടെ വീടുകളിലേക്ക് മഹാലക്ഷ്മി സർവ്വ ഐശ്വര്യങ്ങളും എത്തിക്കുവാൻ പോകുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഈ ജീവികൾ വീടുകളിൽ വരുന്നത്. ഈ ജീവികളിൽ ഏതെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ സൂചിപ്പിക്കുക. തിങ്കളാഴ്ച ദീപാവലിയാണ്. പതിവ് പൂജകൾക്ക് പുറമെ തിങ്കളാഴ്ച പ്രത്യേക പൂജകളും ഉണ്ടായിരിക്കും. നിങ്ങളുടെ പേരും ജന്മനക്ഷത്രങ്ങളും കമന്റ് ബോക്സിൽ നൽകുക. മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.